ആലുവ കടുങ്ങല്ലൂർ പഞ്ചായത്ത് അംഗം ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം കോടതി റദ്ദാക്കി. കൈൻഡിക്കര 13-ാം വാർഡ് മെമ്പറാണ് UDF-കാരനായ ബാബു. LDF സ്ഥാനാർത്ഥിയായിരുന്ന PA ജയലാലിനെ കോടതി വിജയിയായി പ്രഖ്യാപിച്ചു. സത്യവാങ്മൂലത്തിൽ വിവരങ്ങൾ മറച്ചുവെച്ചെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് വിജയം റദ്ദാക്കിയത്. വിവരങ്ങൾ നൽകാൻ സൈഫുന്നീസ അലിയാറുണ്ട്. സൈഫുന്നീസ, ഇതിനൊരു പശ്ചാത്തലം എന്താണ്? ഈ കോടതി വിധി വന്നതോടുകൂടി സീറ്റ് നിലയിലൊക്കെ മാറ്റമുണ്ടാകുമല്ലോ. തീർച്ചയായും ഈ കോടതി വിധി വന്നതോടുകൂടി തന്നെ അവിടുത്തെ സീറ്റ് നിലയിലും ഒപ്പം തന്നെ ഇനിയിപ്പോൾ അവിശ്വാസ പ്രമേയം അടക്കമുള്ള അവ കൊണ്ടുവരാനുള്ള സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുകയാണ്. ഈ ബാബു എന്ന് പറയുന്നത് UDF-ന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. 13-ാം വാർഡിലെ ബാബുവിനെതിരെ മത്സരിച്ചത് LDF സ്ഥാനാർത്ഥി PA ജയലാലുമായിരുന്നു. അന്ന് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ സ്വന്തമായ ഒരു കമ്പനി ഉണ്ട് എന്നുള്ള കാര്യം ഈ ബാബു മറച്ചുവെച്ചു എന്നുള്ളതായിരുന്നു PA ജയലാലിന്റെ ആരോപണം. ഇക്കാര്യത്തിൽ നടപടി വേണമെന്നും തെരഞ്ഞെടുപ്പിൽ വിജയം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ജയലാൽ പറവൂർ കോടതിയെ സമീപിച്ചത്. ഏകദേശം 4 വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇപ്പോൾ ജയലാലിന് അനുകൂലമായി ഉത്തരവ് വന്നിരിക്കുന്നത്. അതിൽ ബാബുവിന്റെ തെരഞ്ഞെടുപ്പ് വിജയം റദ്ദാക്കുകയും ഒപ്പം തന്നെ ജയലാലിനെ LDF സ്ഥാനാർത്ഥിയായ ജയലാലിനെ വിജയിയായി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. നിലവിൽ കടുങ്ങല്ലൂർ പഞ്ചായത്തിലെ സീറ്റ് നില എന്ന് പറയുന്നത് LDF-ന് 8-ഉം ഒപ്പം തന്നെ UDF-ന് 8-ഉമായിരുന്നു. അന്ന് അങ്ങനെ തന്നെ വന്നപ്പോൾ ഒരു ടോസിലൂടെയാണ് UDF-ന്റെ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തത്. വൈസ് പ്രസിഡന്റ് LDF-ന്റെയുമാണ്. ഇത് കൂടാതെ 21 വാർഡുകളാണുള്ളത്. ഇതിൽ 3ഇടത്ത് BJP-യും 2ഇടത്ത് SDP-യും ആണുള്ളത്. ഇപ്പോൾ ഈ കോടതി വിധി വന്നതോടുകൂടി അവിടുത്തെ സീറ്റ് നില എന്ന് പറയുന്നത് UDF-ന് 7-ഉം LDF-ന് 9 എന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുകയാണ് എങ്കിൽ UDF-ന് സീറ്റ് നിലനിർത്തണമെങ്കിൽ ഇനി SDP-യുടെ അടക്കം പിന്തുണ വേണ്ടിവരും എന്നുള്ളതാണ്. എങ്കിൽ പോലും സീറ്റ് നിലനിർത്താനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് LDF കടക്കുമോ എന്നുള്ള വ്യക്തമല്ല. എന്തായാലും ഇപ്പോൾ അവിടുത്തെ ഒരു നിലവിലെ സാഹചര്യത്തിൽ LDF-ന് കൂടുതൽ സീറ്റുകൾ നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. ശരി, സൈഫുന്നീസ അലിയാറാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.